Good morning. Good morning. Please say good morning. പറഞ്ഞപ്പോ നമുക്ക് ക്ലാസ് അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ 27 വരെയാണ് പറഞ്ഞത്, 27 വരെയാണ് പറഞ്ഞത്. ഓക്കെ, നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവറി ഓക്കെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് വായിച്ചു നോക്കിയോ നിങ്ങൾ? അവിടെ വരെ നമ്മൾ വായിച്ചു നോക്കിയായിരുന്നു? പേഷ്യന്റ് ഫോൺ റേറ്റ് അത് നമുക്ക് പഠിക്കാം. അല്ല, അതിന്റെ ഫോർമുല നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്പർ ഓഫ് ഓക്കെ ശരണ്യ, ഗുഡ് മോർണിംഗ്. നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവഡ് മോക്ക്. ഓക്കെ, അപ്പൊ അതിന് എന്താണ് മോക്ക് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോക്കാം. മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് എ പ്രിപ്പയർനെസ് ടെസ്റ്റ് ആണ്. പ്രിപ്പയർനെസ് ടെസ്റ്റ് ആണ്. അതായത് ഒരു ഡിസാസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസിയോ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് അതിനുള്ളൊരു തയ്യാറെടുപ്പുകളെയാണ് നമ്മൾ മോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമുലേഷൻ എക്സസൈസ് ഓഫ് പ്രിപ്പയർനെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഏതെങ്കിലും തരത്തിലുള്ള ഇവന്റുകൾ അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ഇവന്റുകൾ, ഡിസാസ്റ്ററോ അല്ലെങ്കിൽ എമർജൻസിയോ വരുന്ന സിറ്റുവേഷനിൽ അതിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് എന്തെന്ന് പറയുന്നത് മോക്ക് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിള് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, ഓർമ്മയുണ്ടാവും. അതായത് നമ്മളൊരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ, ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്റെ എന്താണ് ഫോർമുല എന്താണ്? ഫോർമുല എന്റെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഫോർമുല നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടില്ലേ? ഫോർമുല ഇതാണ്: ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. അതായത് ഒരു മോക്ക് ഡ്രില്ലിൽ ഒബ്സർവ് ചെയ്യപ്പെടുന്ന വ്യതിയാനങ്ങളുടെ ആകെ എണ്ണം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രില്ലിൽ ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ആകെ വ്യതിയാനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ്. ആകെ നടന്നിട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം ഇൻടു 100. ഓക്കെ, നമ്മൾ അതിന്റെ നമ്പർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു മോക്ക് ഡ്രില്ലിൽ ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യതിയാനങ്ങളുടെ ആകെ എണ്ണം. ഓക്കെ, വ്യതിയാനങ്ങളുടെ ആകെ എണ്ണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോക്ക് ഡ്രിൽസ് കണ്ടക്ടഡ്, ആകെ കണ്ടക്ട് ചെയ്തിട്ടുള്ള മോക്ക് ഡ്രില്ലുകളുടെ എണ്ണമാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ആകെ നടന്നിട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണമാണ്. ആകെ നടന്നിട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം പറഞ്ഞ ആകെ നടന്നിട്ടുള്ള മോക്ക് ഡ്രിൽസുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആകെ നടന്നിട്ടുള്ള മോക്ക് ഡ്രിൽസുകളിനകത്ത് എത്ര എണ്ണത്തില് വാരിയേഷൻസുകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണത്തിൽ വാരിയേഷൻസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻടു 100 ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് ഫാൾ റേറ്റ് അഥവാ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ് കേട്ടോ. പേഷ്യന്റ് ഫാൾ റേറ്റ് അഥവാ ഫാൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. നമുക്കറിയാം പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ്. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആകെ ദിവസങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ പേഷ്യന്റ് ഡേയ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പേഷ്യന്റ് ഫാൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണു പോകുന്ന പേഷ്യൻസ്. ഓക്കെ പ്രീതി, ഗുഡ് മോർണിംഗ്. വീണു പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വീണു പോകുന്ന പേഷ്യൻസുകളുടെ.
അപ്പൊ വീണ് പോകുക എന്ന് പറഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും, അതായത് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസുകളുടെ എണ്ണത്തിലുള്ള കുറവല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് വിചാരിക്കും, അതായത് പേഷ്യൻസിന്റെ എണ്ണത്തിൽ വരുന്ന കുറവാണെന്ന് വിചാരിക്കും. ഇത് എണ്ണത്തിൽ വരുന്ന കുറവല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെന്താണ്, വീണു പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ വീണു പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം കേട്ടോ. അത് പല കാരണങ്ങൾക്കുണ്ടാവാം. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ഫെസിലിറ്റികളുടെ കുറവ് കൊണ്ടായിരിക്കാം. ഓക്കെ, ഫിസിക്കൽ ഫെസിലിറ്റിയിലുള്ള കുറവുകൾ കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും സ്ലിപ്പറി ഫ്ലോർ ആയിട്ടുണ്ടോ, അല്ലെ, സ്ലിപ്പറി ഫ്ലോർ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേണ്ടത്ര ലൈറ്റിംഗ് കാര്യങ്ങളോ അറേഞ്ച്മെന്റ്സുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അല്ലെ. അതൊരു എന്താ പറയുക, ഹോസ്പിറ്റലിന്റെ ഫിസിക്കൽ ഫെസിലിറ്റികളിൽ വരുന്ന കുറവുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഫാൾ എന്നുള്ളത് നമുക്ക് നോക്കാം. A fall is defined as a loss of upright position that results in landing on the floor, ground, or an object or furniture, or is sudden, uncontrolled, unintentional, non-purposeful downward displacement of the body to the floor or ground, or hitting another object like a chair or step. Fall എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? It is defined as a loss of upright position. അതായത് ഒരു വീണ് പോകുന്ന ഒരവസ്ഥയാണ്. പല കാരണങ്ങൾക്ക് ഉണ്ടാവാം. ചിലപ്പോൾ എന്തായിരിക്കും, ഒരു സ്ലിപ്പറി ഫ്ലോർ മൂലമായിരിക്കാം, അതായത് ആ ഒരു ഫ്ലോറിൽ സ്ലിപ്പറി മൂലമായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടത്ര ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഫാൾ അവിടെ സംഭവിക്കുന്നത്. Okay, the fall is defined as a loss of upright position that results in landing on the floor, ground, or an object or furniture, or a sudden, uncontrolled, unintentional, non-purposeful downward displacement of the body to the floor or ground, or hitting another object like a chair or step. അതായത് ഒരു ചെയറിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ സ്റ്റൈറിൽ നിന്ന് വീഴുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖമായിട്ട് വന്നൊരു പേഷ്യന്റ്, അവർ ചിലപ്പോൾ ബാത്റൂമിൽ പോകുന്നവർക്ക് സ്ലിപ്പറി ഫ്ലോർ ആയതുകൊണ്ട് പക്ഷെ എന്ത് ചെയ്യപ്പെടാം, അവിടെ വഴിക്ക് വീഴാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറികളൊക്കെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഫോൾ റേറ്റ് ആണ് അപ്പോ ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ് divided by total number of patient days into 1000. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ് എന്ന് പറയുന്നത് ആകെ വീണ് പോകുന്ന പേഷ്യൻസിന്റെ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ എന്താണ് ഫോർമുല വരിക നോക്കാം. ഫോർമുല എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ്, അതായത് വീണ് പോകുന്ന പേഷ്യൻസുകളുടെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. അത് ആകെ ഉള്ള പേഷ്യന്റ് ഡേയ്സുകളുടെ എണ്ണമാണ്. പേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ഡേയ്സ് പേഷ്യന്റ് ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ്, അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ പേഷ്യന്റ് ഡേയ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആകെ പേഷ്യൻസുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരുന്ന ദിവസങ്ങളിൽ വീണു പോകുന്ന പേഷ്യൻസുകളുടെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ് divided by total number of
patient days into 1000. അതായത് ആകെ രോഗി ദിവസങ്ങളുടെ അതിനകത്ത് വീണു പോകുന്ന പേഷ്യൻസുകളുടെ എണ്ണം into 1000. നമ്മൾ 1000 പറയാനുള്ള കാരണം എന്താണ്? നാം പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസിമൽ പോയിന്റ്സുകൾ അതിനെ ഹോൾ നമ്പർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1000 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നോട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്തത് 29ാമത്തെ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് ആണ്. അതായത് നിയർ മിസ്സസുകളുടെ ശതമാനമാണ്. അതായത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസുകളുടെ ശതമാനമാണ്. അതായത് എന്താണ്? സമീപ നഷ്ടങ്ങളുടെ ശതമാനം. ഓക്കെ, അപ്പൊ നോക്കുക. എ നിയർ മിസ്സർ ഇസ് ആൻ അൺപ്ലാനഡ് ഇവന്റ് ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ഇഞ്ചുറി, ഇൽനെസ് ഓർ ഡാമേജ് ബട്ട് ഹാഡ് ദ പവർ ടു ഡു സോ. അതായത് ഒരു നിയർ മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ആൻ അൺപ്ലാനഡ് ഇവന്റ് ആണ്. അതായത് നമ്മൾ പറയില്ലേ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളാണ്, പക്ഷെ എന്താണ്? സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നിയർ മിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് എന്താണ്? ഷോൾഡറിന്റെ ഭാഗത്ത് സർജറി ചെയ്യേണ്ട ഒരു പേഷ്യന്റ് ആണ് വരുന്നത്. ഷോൾഡറിന്റെ ഭാഗത്ത് സർജറി ചെയ്യേണ്ട ഒരു പേഷ്യന്റ് ആണ് വരുന്നത്. പക്ഷെ എന്താണ്? ഈ പേഷ്യന്റിനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കേൾപ്പിക്കുമ്പോൾ ഈ പറയുന്ന ഡോക്ടർ അറിയാതെ ഷോൾഡറിന്റെ പകരം ആമിന്റെ ഭാഗത്ത് സർജറി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. സർജറി ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. പെട്ടെന്ന് അത് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം എന്ത് ചെയ്യാണ്? ഡോക്ടറോട് പറയാണ് രണ്ടാമത്തെ ഭാഗത്തല്ല ഷോൾഡറിന്റെ ഭാഗത്താണ് ചെയ്യുന്നത് പറയുന്നത്. ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളാണ്, പക്ഷെ ഭാഗ്യത്തിന് എന്ത് ചെയ്തില്ല? സംഭവിച്ചത്. അങ്ങനെയുള്ളതിനെയാണ് നിയർ മിസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നിയർ മിസ് ഇസ് ആൻ അൺപ്ലാനഡ് ഇവന്റ് ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ഇഞ്ചുറി, ഇൽനെസ് ഓർ ഡാമേജ്. അതായത് ഒരു ഇഞ്ചുറിയിലോ ഒരു ഇൽനെസ്സിലോ ഒരു ഡാമേജിലോ അവസാനപ്പെട്ട അൺപ്ലാനഡ് ആയിട്ടുള്ള ചില സംഭവങ്ങളെയാണ് നിയർ മിസ് എന്നത് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഹാഡ് ദ പവർ ടു ഡു സോ. പക്ഷെ അതിനുള്ള പവർ അറിയാം. ഓക്കെ, എറേഴ്സ് ദാറ്റ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ പേഷ്യന്റ് ഹാം. അതായത് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഹാമിന് കാരണമായിട്ടുള്ളതല്ല, പക്ഷെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ബട്ട് കുഡ് ഹാവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് എ നിയർ മിസ്. ഫോർമുല ഇതാണ്: നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്, അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിയർ മിസ്സസുകളുടെ എണ്ണം ഡിവൈഡഡ് നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻടു 100. അതായത് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസിഡൻസുകളുടെ എണ്ണം അതിനകത്ത് നിയർ മിസ്സസുകളുടെ എണ്ണമാണ് എടുക്കുന്നത്. ആകെ എത്ര ഇൻസിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന അപകടങ്ങളുടെ എണ്ണം ഇൻടു 100. പെർസെന്റേജിലായതുകൊണ്ട് അത് ഇൻടു 100 ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? മുപ്പതാമത്തെ ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കേട്ടോ. അതായത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസുകളുടെ അത്തരം സംഭവങ്ങളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഇസ് എ പെർഫോറേറ്റിംഗ് സ്റ്റാബ് കൊണ്ട് ഫ്രം എ നീഡിൽ that may result in exposure to blood or other body fluids കേട്ടോ. അതായത് ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് നീഡിൽ ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ മൂലമോ ഉണ്ടാകുന്ന ചില എന്താ പറയാ മുറിവുകളാണ്. ഇപ്പോഴും സംഭവിക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കയ്യിൽ ക്യാനിൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ക്യാനിൽ ഊതുമ്പോൾ അറിയാതെ ഞാൻ സൂചി കൊണ്ട് നമ്മുടെ കൈകൾ മുറിയ അങ്ങനെയുള്ള സംഭവങ്ങളുടെ എണ്ണമാണ് അവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഇസ് എ പെർഫോറേറ്റിംഗ് സ്റ്റാബ് കൊണ്ട് ഫ്രം എ നീഡിൽ, അതായത് ഒരു നീഡിൽ നിന്നും ഉണ്ടാകുന്ന മുറിവിനെയാണ് നമ്മൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. ദാറ്റ് മേ റിസൾട്ട് ഇൻ എക്സ്പോഷർ ടു ബ്ലഡ് ഓർ അതർ ബോഡി ഫ്ലൂയിഡ്സ്. അതുമൂലം ഈ പറയുന്ന ബ്ലഡോ മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകളോ അതിൽ നിന്നും ഉണ്ടാകാം. Okay, needle stick injuries are wounds caused by needles that accidentally puncture the skin. അതായത് needle stick injuries എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീഡിൽസ് മൂലം ഉണ്ടാകുന്ന മുറിവുകളാണ്. അതുമൂലം സ്കിന്നിൽ എന്തുണ്ടാകുന്ന ഒരു പങ്ക്ചറി ഉണ്ടാകും. ഓക്കെ, അത് മുറിവ് ഉണ്ടാകും. അപ്പൊ ഫോർമുല ഇതാക്കാം: നമ്പർ ഓഫ് പാരന്ററിയൽ എക്സ്പോഷർ
സോറി, ഇത് ശ്രദ്ധിക്കാം കേട്ടോ. നമ്പർ ഓഫ് പാരന്റേറിയൽ എക്സ്പോഷേഴ്സ്, അതായത് പാരന്റേറിയൽ എക്സ്പോഷേഴ്സ് എന്ന് പറഞ്ഞാൽ നീഡിൽ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ മൂലമുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിനുള്ള സാധ്യതകളുടെ എണ്ണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് പാരന്റേറിയൽ എക്സ്പോഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നീഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇൻഫ്യൂഷൻസ് മൂലമുണ്ടാകുന്ന മുറിവുകൾ, ആ മുറിവുകളിലൂടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ്. അതായത് ഇൻപേഷ്യന്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഡേയ്സ് പേഷ്യന്റ് ഹാസ് ഹോസ്പിറ്റലൈസ്. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ദിവസങ്ങളിൽ ഇതുപോലെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം ഇൻറ്റു 1000. നമ്മളൊരു പ്രത്യേക സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റിലായിട്ടാണ് ഇൻറ്റു 1000. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് appropriate handovers during the shift change to be done separately for doctors and nurses. അതായത് per patient per shift. ഫോർമുല ഇതാണ് total number of handovers done appropriately. അതായത് ആകെ നടന്നിട്ടുള്ള ഹാൻഡ് ഓവേഴ്സുകളുടെ, അനുയോജ്യമായിട്ട് നടന്നിട്ടുള്ള ഹാൻഡ് ഓവേഴ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഷിഫ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഷിഫ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മള് പകൽ സമയത്ത് ചിലപ്പോ നേഴ്സ് ഒരു ഡേ ഡ്യൂട്ടിയുള്ള നേഴ്സ് ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന വേറൊരു നേഴ്സ് ആയിരിക്കും. അപ്പൊ ആ ഡേ ഡ്യൂട്ടി എടുത്തിട്ടുള്ള നേഴ്സ് എന്ത് ചെയ്യും? വൈകുന്നേരം ആകുമ്പോഴേക്കും പുതിയ നേഴ്സ് വരുമ്പോൾ അവരുടെ അടുത്തേക്ക് ഈ പറയുന്ന എല്ലാ ഡ്യൂട്ടികളും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവും. ആ രീതിയിൽ പ്രോപ്പർ ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്. ആകെ നടന്നിട്ടുള്ള ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം ഇൻറ്റു 100. നമ്മൾ പെർസെന്റേജിലാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇൻറ്റു 100 കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലാണെങ്കിൽ പറയാം. നെക്സ്റ്റ് വരുന്നതാണ് കംപ്ലൈൻസ് റിലേറ്റഡ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. അതായത് ക്യാപിറ്റൽസിൽ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് കേട്ടോ. കംപ്ലൈൻസ് റിലേറ്റഡ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുള്ള കൃത്യമായിട്ട് എന്താണ് ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻസുകൾ എഴുതിയിട്ടുള്ള കേസുകളുടെ എണ്ണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർമുല ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ്. ആകെയുള്ള പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണം. ആകെ എത്ര പ്രിസ്ക്രിപ്ഷൻസുകൾ ഉണ്ട്? അതിനകത്ത് ക്യാപിറ്റൽ ലെറ്റർ പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസുകളുടെ എണ്ണം 100 എന്ന് പറയുന്നത് പെർസെന്റേജിലാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രിസ്ക്രിപ്ഷൻസുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. ഓക്കെ, നമ്മൾ എപ്പോഴും എന്താണ് പ്രിസ്ക്രിപ്ഷൻസുകൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആകെ നടന്നിട്ടുള്ള ആകെയുള്ള പ്രിസ്ക്രിപ്ഷൻസുകളുടെ അതിനകത്ത് ക്യാപിറ്റൽ ലെറ്ററുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസുകളുടെ ഇൻറ്റു 100. 100 പറയാൻ കാരണം എന്താണ്? പെർസെന്റേജിന് 100. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് വരുന്ന 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും അതിന്റെ ഫോർമുല. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 32 ജസ്റ്റ് ഒന്ന് ഒളിച്ച് വായിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
Absolutely. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതൊന്ന് ടിക്ക് ചെയ്ത് വെക്കാം. കാരണം വെച്ചാൽ 32 എണ്ണം ചെറുപ്പം പഠിക്കുന്നത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അതൊന്ന് പക്ഷെ 32 എണ്ണം നിങ്ങൾ വായിക്കണമല്ലോ. മനസ്സിലേക്ക് 2-3 പ്രാവശ്യം വായിച്ചാൽ മതി, നിങ്ങൾക്കത് കിട്ടും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ അതിൽ മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ മാർക്ക് ചെയ്തോളൂ കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒന്നാമത്തെ മാർക്ക് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ നാലാമത്തത് മാർക്ക് ചെയ്യാം. മെഡിക്കേഷൻ എറർ റേറ്റ് നാലാമത്തത് മാർക്ക് ചെയ്ത്. അടുത്തത് ഏഴാമത്തെ മാർക്ക് ചെയ്തിരിക്കുക കേട്ടോ. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു വോട്ടിംഗ് ഏഴാമത്തത് മാർക്ക് ചെയ്തിരിക്കുക. അടുത്തത് ഒൻപതാമത്തെ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് അത് മാർക്ക് ചെയ്തിരിക്കുക. അടുത്തത് 10ാമത്തെ മാർക്ക് ചെയ്തിരിക്കുക. സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ 10ാമത്തെ മാർക്ക് ചെയ്തിരിക്കുക. പതിനാലാമത്തെ മാർക്ക് ചെയ്യാം കേട്ടോ. 14th മാർക്ക് ചെയ്യാം. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഓക്കെ, 14ാമത്തെ മാർക്ക് ചെയ്തിരിക്കുക. അടുത്തത് 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് മാർക്ക് ചെയ്തിരിക്കുക കേട്ടോ. അടുത്തത് 17ാമത്തെ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കേട്ടോ. 17ാമത്തെ മാർക്ക് ചെയ്തിരിക്കാം. 19ാമത്തെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. റീഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർജറികളുടെ ശതമാനം 19 മാർക്ക് ചെയ്തിരിക്കാം. അടുത്തത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് മാർക്സ് കേട്ടോ. 21ാമത്തെ മാർക്ക് ചെയ്തിരിക്കാം. നെക്സ്റ്റ് വരുന്നത് ഡയഗ്നോസ്റ്റിക്സ്. അതായത് 23ാമത്തെ മാർക്ക് ചെയ്തിരിക്കും. 23ാമത്തെ മാർക്ക് ചെയ്തിരിക്കാം. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. അടുത്തത് 24ാമത്തെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് മാർക്ക് ചെയ്തിരിക്കും. നെക്സ്റ്റ് വരുന്നത് 28 പേഷ്യന്റ് ഫോൾ റേറ്റ് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ 31 മാർക്ക് ചെയ്ത് വെക്കാം. 32 മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, 31 32 മാർക്ക് ചെയ്ത്. ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. 1 മാർക്ക് ചെയ്ത് വെക്കാം. മെഡിക്കേഷൻ എറർ റേറ്റ് കേട്ടോ. 4th ഫോർമുല, 7th ഫോർമുല, പിന്നെ 9th പെർസെന്റേജ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ റിയാക്ഷൻ, സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ, 14ാമത്തത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, 17 ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, 19 പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്, 21 nurse to patient ratio, 23 waiting time for diagnostics, 24 time taken for the discharge, 38 patient fall rate mark ചെയ്ത് വെക്കാം. 31 appropriate handovers during a shift change mark ചെയ്ത് വെക്കാം. 32 complaints rate to medication prescription capital mark ചെയ്ത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. അതായത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് അഥവാ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നാണ്. അപ്പൊ ഈ സെയിം കാര്യങ്ങൾ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ. ആ ചാപ്റ്ററിനകത്ത് എന്താണ് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ക്വാളിറ്റി മാനേജർ should support the quality assurance programs at the hospital and be accountable for
designing and establishing quality procedures, standards and specifications in hospitals. അതായത് ഒരു ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണിത് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല at the hospital and be accountable for designing and establishing quality procedures. അതായത് കൃത്യമായിട്ട് ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ആ ഒരു ഡിസൈനിങ്, അതായത് ഒരു നല്ല രീതിയിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്ലാനുകൾ തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ഏറ്റവും അധികം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. He or she must encourage quality improvement in all the process and procedures of the hospitals and share the process. അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാവിധ പ്രൊസീജിയറുകളും പ്രോസസ്സുകളും ഇംപ്രൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ സ്റ്റാൻഡേർഡുകളും ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു ക്വാളിറ്റി മാനേജർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീ ജോബ് റെസ്പോൺസിബിലിറ്റി ഇതൊക്കെയാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ കെമിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. അതായത് ഈ പറയുന്ന ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് അത്തരത്തിലുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് such as infection prevention, security, diet, etc. അതായത് ഈ പറയുന്ന ഒരു എന്താ പറയുക ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതായത് ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി അല്ലെ, സുരക്ഷിതത്വം, അതുപോലെ തന്നെ ഡയറ്റ്, ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. Ensuring clean surroundings, OPD areas, wards, labor room, operation theatre, and the patient amenities and outsourced services. അതുകൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ സറൗണ്ടിങ്സിൽ അല്ലെ, ഹോസ്പിറ്റലിന്റെ സറൗണ്ടിങ്സിൽ അതുപോലെ തന്നെ OPD ഏരിയാസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയകള്, വാർഡുകള്, അതുപോലെ തന്നെ ലേബർ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ പേഷ്യന്റിന് കൊടുക്കുന്ന ഫെസിലിറ്റികള്, ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന സേവനങ്ങള്, ഇതിന്റെ എല്ലാം തന്നെ ആ ഒരു ക്ലീൻലിനെസ് ഉറപ്പുവരുത്തുക എന്നത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. അതായത് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയകള്, വാർഡുകള്, ലേബർ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യന്റ് അമ്യൂണിറ്റീസ്, ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന സേവനങ്ങൾ, ഇതിന്റെ എല്ലാത്തിന്റെയും തന്നെ ഒരു ക്ലീൻലിനെസ് ഉറപ്പുവരുത്തുക എന്നത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. അതുപോലെ തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിനെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാം. അതായത് ഒരു ഹോസ്പിറ്റലിലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം എന്നത് കൃത്യമായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിക്കൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പീരിയോഡിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു സ്കോറിലൂടെ എത്താം.
ഇതാണ് എന്ത് മറ്റൊരു റെസ്പോൺസിബിലിറ്റി. അതായത് ക്വാളിറ്റി മാനേജറുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് ഇതാണ്. പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീസെന്റ് സ്കോർ ഫോർ ദ ഫെസിലിറ്റി. അതായത് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനെ സംബന്ധിക്കുന്ന ഹോസ്പിറ്റലിന്റെ എല്ലാ ഇവാലുവേഷനും പീരിയോഡിക് ആയിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യാം. എന്നിട്ട് ആ ഫെസിലിറ്റിക്ക് ഏറ്റവും ഉയർന്ന സ്കോറിലോട്ട് എത്താനായിട്ട് ശ്രമിക്കാം. അതായത് പോരായ്മകളുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് തിരിച്ചറിയാം, അതിനിടയ്ക്കിടയ്ക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് പോയിന്റ് ഇതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ് അഥവാ ഗ്യാപ്പ് അനാലിസിസ് ആണ് കേട്ടോ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ഗ്യാപ്പുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഗ്യാപ്പ് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോരായ്മകൾ കൃത്യമായിട്ട് തിരിച്ചറിയാം. അതിനുശേഷം ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഇൻചാർജിന്റെ സൂപ്പർവിഷന് അതിന് കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്, അതിനനുസരിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് പാലിക്കാം. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മോണിറ്റർ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൃത്യമായിട്ട് ഈ ആക്ഷൻ പ്ലാനുകൾ നമ്മൾ പോരായ്മകൾ തിരിച്ചറിയാൻ മാത്രം പോരാ, അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ഷൻ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, ഈ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കിയിട്ട് അതൊരു ഇൻചാർജിന്റെ സൂപ്പർവിഷനിൽ എന്ത് ചെയ്യണം, നമ്മളത് നടത്തി ഇംപ്ലിമെന്റ് ചെയ്യണം. ആൻഡ് മോണിറ്റർ കംപ്ലൈൻസ്, കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ടോ എന്നിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തണം. ഓക്കെ, അതാണ് ക്വാളിറ്റി മാനേജറുടെ മറ്റൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ദ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അതായത് ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അതായത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മീറ്റിങ്ങുകളും കണ്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അറിയാം. ഓക്കെ, അതൊക്കെ ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആറാമത്തെ പോയിന്റ് ആണ് എൻഷുറിംഗ് ദാറ്റ് ദ ഹോസ്പിറ്റൽ മീറ്റ്സ് all regulatory compliances like PMW, blood bank or storage license, AERB regulations, etc. അതായത് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. PMW, ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്, ബ്ലഡ് ബാങ്കിന്റെ അതുപോലെ സ്റ്റോറേജ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ AERB റെഗുലേഷൻസ്, അതായത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB റെഗുലേഷൻസ്. അതായത് റേഡിയേഷൻ, നമുക്കറിയാം ഹോസ്പിറ്റലില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായിട്ടുള്ള AERB റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ, മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്, ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് കേട്ടോ, ഏഴാമത്തെ പോയിന്റ് ആണ് കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ് ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് ദ ഏജൻസി ഫോർ ഓൾ എക്യുപ്മെന്റ്സ്. അതുപോലെ തന്നെ എന്താണ് നോൺ ഫങ്ഷണൽ ഡിവൈസസ്. നോൺ ഫങ്ഷണൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെ, പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങളുടെ ഒരു റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് ദ ഏജൻസി. ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ആണ്. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് ആണ്, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. അതായത് നമ്മൾ ഓരോ എക്യുപ്മെന്റുകളും എപ്പോഴൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട മെയിന്റനൻസ് കോൺട്രാക്റ്റുകൾ. അപ്പൊ നമുക്കത് മാനുഫാക്ചേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതിന് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ എക്യുപ്മെന്റുകൾ എപ്പോൾ റിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഓക്കെ, ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത് ദ ഏജൻസി ഫോർ ഓൾ എക്യുപ്മെന്റ്. എല്ലാ എക്യുപ്മെന്റ്സും ഈ പറയുന്ന ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് അനുസരിച്ചുകൊണ്ട് റിപ്പയർ ചെയ്യേണ്ട ടൈമിനനുസരിച്ച് കൃത്യമായിട്ട് അതിന്റെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ നിർവഹിക്കാം. അതുപോലെ തന്നെ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള, അതായത് പ്രവർത്തനരഹിതമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ആരുടെ ഉത്തരവാദിത്തമാണ്, ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്തത് എട്ടാമത്തെ പോയിന്റ് ഇതാണ് പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മൊഡാലിറ്റീസ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ അപ്ലിഫ്റ്റ്മെന്റിന്, അതായത് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മെത്തേഡുകളും
അല്ലെ വർക്ക്ഔട്ട് മൊഡാലിറ്റി വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൊഡാലിറ്റീസുകളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രം പോലെ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ്, അതുപോലെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളായിക്കോട്ടെ വെഹിക്കിൾസ് ആയിക്കോട്ടെ അതിന്റെ എല്ലാവിധ പ്രിവെന്റീവ് മെയിൻ്റനൻസുകളും കാര്യങ്ങളൊക്കെ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ, അതിലൂടെ എന്ത് ചെയ്യാണ് ഹോസ്പിറ്റലിനെ മോഡേണൈസ് ചെയ്യാനായിട്ട് നോക്കാം. പക്ഷെ ഹോസ്പിറ്റലിനെ കൂടുതൽ എന്ത് ചെയ്യുക ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം ഉത്തരവാദിത്വമാണ് ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത് 9ാമത്തെ ടോപ്പിക്കാണ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇഫക്റ്റീവ് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. അതായത് എംപ്ലോയീസിന് അതുപോലെ തന്നെ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള പരിഹാര സംവിധാനങ്ങൾ അല്ലെ ഈ പറയുന്ന അവരുടെ പരാതി പരിഹാര സംവിധാനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇഫക്റ്റീവ് ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് പേഷ്യൻസ്, അതായത് ഈ പറയുന്ന എംപ്ലോയീസിന്റെയും പേഷ്യൻസിന്റെയും പരാതി പരിഹാര സംവിധാനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ 10ാമത്തെ പോയിന്റാണ് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS, അതുപോലെ തന്നെ KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന പോലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ. ഒരു ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ് അതുപോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക സ്ട്രെങ്തൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യുക. അതിനുശേഷം എന്താണ് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക. പിന്നെ വരുന്നത് കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റി, കൃത്യമായിട്ട് അസസിംഗ് അതോറിറ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അസസിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്ന അസസിംഗ് അതോറിറ്റി ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഓക്കെ, 12ാമത്തെ പോയിന്റാണ് എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതുപോലെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തണം. അതായത് എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതായത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ ബേസ് ചെയ്തിട്ട് എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻ വെച്ച് അവർക്ക് അതിനുള്ള അറിവ് ഉറപ്പുവരുത്തുക. പിന്നെ വരുന്നത് റെസ്പോൺസിബിൾ ഫോർ ട്രെയിനിങ് ആൻഡ് ഓർഗനൈസ് ഹോസ്പിറ്റൽ കമ്മിറ്റീസ്, അതായത് ഹോസ്പിറ്റൽ കമ്മിറ്റികൾ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യുക, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റൽ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. എല്ലാ പോയിന്റ്സുകളും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാ പോയിന്റ്സുകളും നോക്കിയാണോ നിങ്ങൾക്ക്?
പുതിയൊരു ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ഇതോടുകൂടിയിട്ട് നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കും കേട്ടോ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർത്ത് വയ്ക്കാം. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കാം. ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഹെൽത്ത് സർവീസ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാവണമെങ്കിൽ പ്രധാനമായിട്ട് അതിനൊക്കെ 9 കമ്പോണന്റുകളാണ് ഉണ്ടായിരിക്കുക. 9 കമ്പോണന്റുകളാണ് ഉണ്ടായിരിക്കുന്നത്. ആ 9 കമ്പോണന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കമ്പോണന്റുകളൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ NABH എന്താണ്, അതുപോലെ തന്നെ JCA എന്താണെന്നുള്ളത് നോക്കി വെക്കാം. അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് JCA NABH കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പഠിച്ചത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലകൾ, എല്ലാ ഫോർമുലകളും നമ്മൾ നോക്കണം കേട്ടോ, പഠിക്കണം. പക്ഷെ നമ്മൾ മാർക്ക് ചെയ്ത് തന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇപ്പൊ 32 എണ്ണം നമുക്ക് നോക്കാനായിട്ട് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് നിർബന്ധമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് നോക്കാം. ആ ചാപ്റ്റർ അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എന്താണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് ചാപ്റ്റർ നമ്പർ 10 ആണ് കേട്ടോ. 4th മൊഡ്യൂളിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോ നിങ്ങളൊരു കാര്യം ചിന്തിക്കാം. നമുക്കിതിൽ പ്രധാനമായിട്ടും 5 ആളുകളുടെ, അതായത് 5 അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണലുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്കിതിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് പേരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷെ ഈ പറയുന്ന 5 പേരുണ്ട്. 5 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്ന് വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, രണ്ടാമത്തത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മൂന്നാമത്തത് മെഡിക്കൽ സെക്രട്ടറി, നാലാമത്തത് OPD എക്സിക്യൂട്ടീവ്, അഞ്ചാമത്തത് പേഷ്യന്റ് കൗൺസിലർ. ഓക്കെ, ആരൊക്കെയാണ്? 5 പേരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. ആരൊക്കെയാണ്? ഒന്നാമത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ വരുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്. അതുപോലെ തന്നെ മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ വരുന്നത് OPD എക്സിക്യൂട്ടീവ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ദെൻ വരുന്നത് പേഷ്യന്റ് കൗൺസിലർ. ഇത്രയും 5 പേരുടെ എന്താണ് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസുകളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ട് ഉള്ളത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന ഇത്തരം ജോലികൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കില്ലുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റർ. അതായത് ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോൺ ക്ലിനിക്കൽ jobs എന്ന് പറയുന്നത്. Okay, these administrative roles could see you working in different departments in a hospital. ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഏരിയകളിൽ നമുക്ക് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? These administrative roles could see you working in different departments in a hospital. ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് 10 റെസ്പോൺസിബിലിറ്റി ആണ്. 11ാമത്തെ റെസ്പോൺസിബിലിറ്റി അല്ല, 10 കാര്യങ്ങളാണ് വന്നത്. 10 റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് സ്ട്രാറ്റജിക് പ്ലാനിങ്, രണ്ടാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മൂന്നാമത്തത് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ,
നാലാമത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അഞ്ചാമത്തത് ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്, ആറാമത്തത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, ഏഴാമത്തത് കമ്മ്യൂണിറ്റി റിലേഷൻസ്, എട്ടാമത്തത് റിസ്ക് മാനേജ്മെന്റ്, ഒമ്പതാമത്തത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, ആൻഡ് 10th വൺ വരുന്നത് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയും റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്ലേ an important role in overseeing the operations and management of the health care facility. അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ മാനേജ്മെന്റുകളും അതുപോലെ തന്നെ ഓപ്പറേഷൻസുകളും കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുന്നതിൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, their responsibilities typically consist of, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ് കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റലില് മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ കാണുക അല്ലെ. നമ്മളിപ്പോ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഗോളിന് ലക്ഷ്യം ഇട്ടുകൊണ്ടല്ല നമ്മൾ പ്ലാനുകൾ ചെയ്യണം. പിന്നെന്താണ്? നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങള് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ accountable for developing long-term strategies and goals for the hospital. അതായത് ഹോസ്പിറ്റലിന്റെ ലോങ് ടേം സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ ഗോൾസ് ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ accountable for developing long-term strategies and goals for the hospital. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ലോങ് ടേം ആയിട്ടുള്ള സ്ട്രാറ്റജീസുകൾ ഗോൾസുകളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റോളാണ് ആർക്ക് വരുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വരുന്നത്. ഓക്കെ, ദിസ് കൺസിസ്റ്റഡ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്, ഐഡന്റിഫൈങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഡിവൈസിംഗ് പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽസ് സർവീസ് ആൻഡ് ഓപ്പറേഷൻ. കേട്ടോ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്. കൃത്യമായിട്ട് മാർക്കറ്റ് ട്രെൻഡ്സുകൾ അനലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഡിവൈസിംഗ് പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻ, അതിലൂടെ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. ഓക്കെ, അതായത് കൃത്യമായിട്ട് മാർക്കറ്റ് ട്രെൻഡുകൾ നമ്മൾ അനലൈസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. അതാണ് അവിടെ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് സാമ്പത്തികമായിട്ടുള്ള മാനേജ്മെന്റ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസർ the hospital's budgeting and financial operation. ഒരു ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിങ്ങും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസർ ഹോസ്പിറ്റൽസ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിങ്ങും അതുപോലെ തന്നെ മറ്റു പല ഫിനാൻഷ്യൽ പ്രവർത്തനങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്. Okay, അപ്പൊ നോക്കുക, they work keenly with finance teams to monitor revenue, control expenses, distribute resources in an effective manner, and to ensure the financial purpose of the organization. അപ്പൊ അതിലൂടെ ഫിനാൻസ് ടീമുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക. they work keenly with finance teams to monitor revenue. ആ ഒരു റവന്യൂ, അതായത് കൃത്യമായിട്ടുള്ള ആ ഒരു വരുമാനം അത് മോണിറ്റർ ചെയ്യാനായിട്ട് ഫിനാൻസ് ടീമുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ കൺട്രോൾ എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസിനെ ഇഫക്റ്റീവ് ആണ്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിസോഴ്സുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അത് എൻഷുവർ ദ ഫിനാൻഷ്യൽ വെൽനെസ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതിലൂടെ ഓർഗനൈസേഷൻ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉറപ്പുവരുത്താനും ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്?
ക്ലിയർ ആയോ? അതായത് ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിങ്ങും ഫിനാൻഷ്യൽ ഓപ്പറേഷൻസുകൾ എല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു പ്രധാനപ്പെട്ട റോള് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാതെ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദേ വർക്ക് ചെയ്യുന്നത് വിത്ത് ഫിനാൻസ് ടു മോണിറ്റർ അതെ. അപ്പൊ റവന്യൂ മോണിറ്റർ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഫിനാൻസ് ടീമുമായിട്ട് എന്ത് ചെയ്യുക, സഹകരിക്കുക. അതുപോലെ തന്നെ കൺട്രോൾ എക്സ്പെൻസ്, ചെലവുകൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടഡ് റിസോഴ്സസിനെ ഇഫക്റ്റീവ് ആണ്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിസോഴ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആൻഡ് എൻഷുവർ ദ ഫിനാൻഷ്യൽ ഫേംനെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഫിനാൻഷ്യൽ ഫേംനെസ്, സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ആ ഒരു രീതിയിലാണ് എന്ത് വരുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൊക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ കേട്ടോ. അതായത് പോളിസികളെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക, അത് ശരിയായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അതായത് നടപ്പിലാക്കുക. ഓക്കെ, അപ്പൊ നോക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. ഒരു മിനിറ്റ്. അപ്പൊ നോക്കാം, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ പോയിന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ നോക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. അതായത് ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പോളിസികളും പ്രൊസീജിയേഴ്സുകളും സെറ്റ് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, they ensure compliance with the legal and regulatory rules, encourage patient safety and maintain ethical standards within the hospital. അതായത് they ensure compliance with the legal and regulatory needs. എല്ലാവിധ ലീഗൽ റെഗുലേറ്ററി നീഡ്സുകൾ എല്ലാം തന്നെ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ആൻഡ് മെയിൻറ്റെയിൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന് കൃത്യമായിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നത്. ഓക്കെ, അതാണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു കണ്ടക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫെസിലിറ്റി. ക്ലിയർ ആയല്ലോ? അതായത് ഒരു ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻസുകൾ, പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികള്, പ്രൊസീജിയറുകൾ ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ലീഗൽ റെഗുലേറ്ററി നീഡ്സുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, ഒരു ഹോസ്പിറ്റലിനകത്തുള്ള എല്ലാവിധ എത്തിക്കൽ സ്റ്റാൻഡേർഡുകളും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും ഉത്തരവാദിത്തം ആർക്ക് വരുന്നതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ. അടുത്തത് കേട്ടോ, നാലാമത്തെ പോയിന്റ് ഇതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HR മാനേജ്മെന്റ് ആണ് പറയുന്നത്. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനെ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്ക് വരുന്നുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വരും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസർ
the requirement hiring and training of the staff members. അതായത് ഈ പറയുന്ന സ്റ്റാഫ് മെമ്പേഴ്സിന്റെ റിക്വയർമെന്റ് അവർ ഹയർ ചെയ്യുക, അവർക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നതിൽ ഏറ്റവും അധികം സൂപ്പർവൈസ് ചെയ്യേണ്ട വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. They produce and maintain a positive work environment. അതിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കൽ മാത്രമല്ല, അവർക്ക് ഏറ്റവും നല്ല വർക്ക് എൻവയോൺമെന്റ്, അതായത് വർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അത് പ്രൊഡ്യൂസ് ആൻഡ് മെയിൻറ്റെയിൻ എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. ഏറ്റവും നല്ലൊരു വർക്ക് എൻവയോൺമെന്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് കൃത്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ ഈ പറയുന്ന ജീവനക്കാരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക അല്ലെ. ഇംപ്ലിമെന്റ് പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റം, കൃത്യമായിട്ട് പെർഫോമൻസ് എസ്റ്റിമേഷൻ സംവിധാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാതെ കൃത്യമായിട്ട് നടപ്പിലാക്കുക. അതുപോലെ തന്നെ ഹാൻഡിൽ എംപ്ലോയി റിലേഷൻസ്, എംപ്ലോയീസിന്റെ റിലേഷൻസുകൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് അഡ്രസ് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ്, അതിനനുസരിച്ച് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്യുക, അല്ല അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക. ടു എൻഷുർ ആഡിക്വേറ്റ് കവറേജ് ആൻഡ് ഒപ്റ്റിമൽ സ്റ്റാഫിംഗ്, അതിനനുസരിച്ച് കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളുടെ കവറേജ് കൃത്യമായിട്ട് നിലനിർത്തുക, ഒപ്റ്റിമൽ സ്റ്റാഫിംഗ് ലെവലുകളൊക്കെ നിലനിർത്തുക. ഇത്രയുമാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്ത് വരുന്നത്. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസ് ദി റിക്വയർമെന്റ്, ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ്. They produce and maintain a positive work environment, implement the performance estimation systems, handle employee relations, and address the staffing requirements to ensure adequate coverage and optimal staffing levels. Okay, clear ആയോ? ഓക്കെ ആണല്ലോ. അഞ്ചാമത്തെ പോയിന്റ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതെങ്കിൽ മെസ്സേജ് ചെയ്തു കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റികൾ, അവിടുത്തെ പ്രവർത്തനങ്ങള്, അവിടുത്തെ ഫെസിലിറ്റികൾ, അതുപോലെ തന്നെ എക്യുപ്മെന്റുകൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക. അതാണ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന്റെ എക്യുപ്മെന്റ്സുകള്, ഫെസിലിറ്റികൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക. നോക്കുക, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഹോസ്പിറ്റൽസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജി. അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ്? ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അതായത് മൊത്തത്തിലുള്ള അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, എക്യുപ്മെന്റുകൾ, ടെക്നോളജികൾ, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ നല്ല ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ജോബ് സാറ് ലീവാണ് കേട്ടോ, അതുകൊണ്ട് 12 മണി വരെ ഞാനാണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജോബ് സാറിന്റെ ലീവാണ്, അപ്പൊ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. 12 മണി വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ ഒന്നുകൂടെ വായിക്കാണ്. അപ്പൊ എന്തൊക്കെയാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ? അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റികൾ എന്ന് വെച്ചാൽ ഒരു രോഗിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സൗകര്യങ്ങള്, കാര്യങ്ങള്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുകൾ, ഉപകരണങ്ങള് ആൻഡ് ടെക്നോളജി കേട്ടോ. അതായത് നൂതന സാങ്കേതിക വിദ്യ, ഇതുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. സൂപ്പർവൈസ് മെയിന്റനൻസ് അല്ലെ, അത് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ മെയിന്റനൻസുകൾ എല്ലാം തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ റിനോവേഷൻസ് ടു എൻഷുർ എ സേഫ് ആൻഡ് എഫിഷ്യന്റ് എൻവയോൺമെന്റ് ഫോർ പേഷ്യൻസ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. അതുപോലെ അവിടെയുള്ള പേഷ്യൻസ് ആയിക്കോട്ടെ, സ്റ്റാഫ്സുകളായിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവരുടെ സേഫ്റ്റി, അവർക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അതാണ് അവിടെ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, ആറാമത്തെ പോയിന്റ് ഇതാണ്, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ്, അതായത് നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും ക്വാളിറ്റി കൃത്യമായിട്ട് അഷ്വർ ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. നമ്മൾ നോക്കാം, അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് കെയർ, അതായത് ആരോഗ്യ പരിചരണങ്ങളുടെ വിതരണവും പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഉറപ്പാക്കേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ, ദേ ക്രിയേറ്റ് ആൻഡ് ഇംപ്ലിമെന്റ്
ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്. അതുപോലെ തന്നെ അവര് വളരെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കംസ്, കൃത്യമായിട്ട് പേഷ്യന്റിന്റെ ഔട്ട്കംസുകൾ മോണിറ്റർ ചെയ്യുക. ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ആൻഡ് ക്ലിനിക്കൽ ഗെയിംസ്. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് എന്ന് വെച്ചാൽ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികളോട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ക്വാളിറ്റി അഷ്വർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിറ്റി റിലേഷൻസ്. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് പബ്ലിക്കിന് ഒരുപാട് സേവനങ്ങൾ കൊടുക്കുന്ന പബ്ലിക് ഓർഗനൈസേഷൻ ആണ് കമ്മ്യൂണിറ്റി റിലേഷൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പ്ലേ an important role in maintaining a positive relationship with the community. കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ നിർവഹിക്കുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. They engage in community outreach programs. അവരെന്താണ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസുകൾക്ക് അവരെ എൻഗേജ് ചെയ്ത്. കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പബ്ലിക് റിലേഷൻ സർവീസ് പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ നമുക്ക് പുറത്തോട്ട് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഈ പറയുന്ന ഓപ്പൺ ഡേ ഹൗസുകള് അല്ലെ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ എക്സിബിഷനുകള്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം അല്ലെ? അപ്പൊ ആ രീതിയിൽ ദേ എൻഗേജ് ഇൻ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം. കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? അതിലൊക്കെ വ്യാപൃതമാക്കുക. എന്നുവെച്ചാൽ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? പങ്കെടുക്കുക. അത്തരത്തിൽ ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സേവനങ്ങളുടെയും ഭാഗമാവുക. അതുപോലെ തന്നെ ഓപ്പറേറ്റ് വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻസ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ലോക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രാദേശികമായിട്ടുള്ള സ്ഥാപനങ്ങൾ. പ്രാദേശികമായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂളുകളിലൊക്കെ, അതായത് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? പഞ്ചായത്തിന്റെ ഒക്കെ മേൽനോട്ടത്തിൽ ചില ഗവൺമെന്റ് സ്കൂളുകളിൽ ചില ക്ലബ്ബുകൾ നടത്തും. ക്ലബ്ബ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നേത്ര പരിശോധന ക്യാമ്പുകള് അല്ലെ, അതുപോലെ തന്നെ വല്ല അല്ലെ അങ്ങനെയുള്ള രോഗങ്ങളുടെ ക്യാമ്പുകളൊക്കെ. അതെന്നൊക്കെ പറഞ്ഞ എന്താണ്? കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസുകളാണ്. എന്ന് വെച്ചാൽ പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റ്, പ്രാദേശികമായിട്ടുള്ള ഈ പറയുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അതിനെയൊക്കെ മേൽനോട്ടം അതിന്റെ ഒരു സപ്പോർട്ടോട് കൂടി നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റ് വിത്ത് ലോക്കൽ ഓർഗനൈസേഷൻസ് ആൻഡ് അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ എൻ എഫക്റ്റീവ് മാനർ. അതുകൂടാതെ എന്താണ്? അസിസ്റ്റ് ദ ഹോസ്പിറ്റൽ സർവീസ് to meet the health care requirements of the community. ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സുകൾ മീറ്റ് ചെയ്യുന്ന വിധത്തിൽ ഹോസ്പിറ്റൽ സേവനങ്ങൾ അസിസ്റ്റ് ചെയ്യും. ആ ഒരു രീതിയിൽ നല്ലൊരു കമ്മ്യൂണിറ്റി റിലേഷൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് ഉള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് എട്ടാമത്തെ പോയിന്റാണ് റിസ്ക് മാനേജ്മെന്റ് ആണ് കേട്ടോ. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഇവാലുവേറ്റ് ആൻഡ് മാനേജ് റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. അതായത് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകൾ മാനേജ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ആർക്ക് ഉത്തരവാദിത്വമുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, ദേ എക്സിക്യൂട്ട് പ്രോട്ടോകോൾസ് ആൻഡ് പോളിസീസ് ടു മിനിമൈസ് പൊട്ടൻഷ്യൽ റിസ്ക്. അവരെ സംബന്ധിച്ച് വലിയ വലിയ പൊട്ടൻഷ്യൽ റിസ്ക്, വലിയ റിസ്കുകളൊക്കെ മിനിമൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടോകോൾസുകളും അതുപോലെ തന്നെ പോളിസികളും ഒക്കെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സൂപ്പർവൈസർ പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെയും എംപ്ലോയീസിന്റെയും സേഫ്റ്റി മെഷേഴ്സുകൾ സൂപ്പർവൈസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം, അതുപോലെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ കൺട്രോൾ മെഷേഴ്സുകളും എടുക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഹാൻഡിൽ
ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ. അതുപോലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലീഗൽ ഇൻഷുറൻസ് മാറ്റേഴ്സുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഈ പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കാണ് ഉള്ളത്. അതാണ് അവിടെ റിസ്ക് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് 9ാമത്തെ പോയിന്റ് ആണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് ഇതൊക്കെ എല്ലാം എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളിലൂടെയാണ് ഇന്നെല്ലാം നടക്കുന്നത് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റങ്ങളുടെ ഈ പറയുന്ന മെയിൻ്റനൻസ്, ഇവാലുവേഷൻ ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് ആർക്ക് ഉത്തരവാദിത്വമുണ്ട്? ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Administrator supervisor the implementation and maintenance of the health information systems and electronic medical record. അതായത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസുകളും അതുപോലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആർക്ക് ഉത്തരവാദിത്വമുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, they guarantee the confidentiality and security of patient information. അവര് പേഷ്യന്റിന്റെ ഇൻഫർമേഷന്റെ സെക്യൂരിറ്റി അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എല്ലാം തന്നെ ഉറപ്പുവരുത്തണം അല്ലെ. they guarantee the confidentiality and security of patient information. ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ സെക്യൂരിറ്റികളും കോൺഫിഡൻഷ്യാലിറ്റിയും ഉറപ്പുവരുത്തുന്നതാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. കാരണം നമുക്കറിയാം ഇങ്ങനെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പേഷ്യന്റിന്റെ വിവരങ്ങൾ എന്തായി പോകാനുള്ള ചാൻസ് ഉണ്ട്? ഈ പറയുന്ന പോലെ അൺഓതറൈസ്ഡ് ആയിട്ട് പേഷ്യന്റിന്റെ വിവരങ്ങൾ ആക്സസ് ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെ വളരെയധികം ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക കോൺഫിഡൻഷ്യാലിറ്റി, സെക്യൂരിറ്റി ഇതെല്ലാം തന്നെ ഗ്യാരണ്ടി ചെയ്തിട്ട് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ബൈ ഫെസിലിറ്റേറ്റിംഗ് എഫിഷ്യന്റ് ഡാറ്റ മാനേജ്മെന്റ്, അതായത് ഈ പറയുന്ന ഡാറ്റ മാനേജ്മെന്റും റിപ്പോർട്ടിങ്ങും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് പേഷ്യന്റിന്റെ സെക്യൂരിറ്റി, ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, 10ാമത്തെ പോയിന്റ് ഇതാണ് കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ് കേട്ടോ. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. Administrators work collaboratively with the physicians, nurses, and other healthcare professionals to ensure a coordinated and efficient delivery of care. അതായത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിസിഷ്യൻസ് ആയിട്ട് നഴ്സസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്. ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ടു എൻഷുർ എ കോർഡിനേറ്റഡ് ആൻഡ് എഫിഷ്യന്റ് ഡെലിവറി ഓഫ് കെയർ. അത് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കെയറിംഗ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയും അതുപോലെ തന്നെ ഫിസിഷ്യൻസും നഴ്സസുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട മേൽനോട്ടം കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. ഓക്കെ, they give leadership, support, guidance to staff members. അതിൽ ഈ പറയുന്ന പോലെ സ്റ്റാഫ് മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ, പിന്തുണ, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, ഗൈഡൻസുകൾ എല്ലാം തന്നെ ആര് പ്രൊവൈഡ് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് എ പോസിറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്കേഴ്സ്. അതിലൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ കൊളാബറേറ്റീവ് വർക്ക് കൾച്ചറുകളെ എന്ത് ചെയ്തിരിക്കും? പ്രൊമോട്ട് ചെയ്തിരിക്കും. അപ്പൊ ദീസ് റെസ്പോൺസിബിലിറ്റീസ് മേ ഡിഫർ ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ. അതൊരു ഹോസ്പിറ്റലിന്റെ സൈസിനും അതുപോലെ തന്നെ ടൈപ്പിനും അനുസരിച്ച് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റിക്ക് വ്യത്യാസമുണ്ട്. വെറും 10 റെസ്പോൺസിബിലിറ്റീസ് മാത്രമാണ് അവർ പറയുന്നത്. പക്ഷെ അതിലും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആർക്ക് വരുന്നുണ്ട്? ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വരുന്നുണ്ട്. പക്ഷെ ഓവറോൾ എടുക്കുകയാണെങ്കിൽ hospital administrators play a vital role in managing and enhancing the healthcare facilities operation and service. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും മാനേജ് ചെയ്യുന്നതും എൻഹാൻസ് ചെയ്യുന്നതും ആർക്ക് പ്രധാനപ്പെട്ട റോള് വരുന്നുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു പ്രധാനപ്പെട്ട റോള് വരുന്നു. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ?
അപ്പൊ നിങ്ങളൊരു 5 മിനിറ്റ് ഇതൊന്ന് വായിക്കുക കേട്ടോ. ഇനിയിപ്പോ വരാവേ. വായിച്ചു നോക്കിയാൽ നമ്മളെല്ലാവരും ഓക്കെ ആണോ? അത്രയും ഭാഗങ്ങള് ഓക്കെ ആണോ? നമുക്ക് അപ്പൊ അത്രയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നത്. 10 പോയിന്റ് എല്ലാ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. ബാക്കിയുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ഒരു ഹോസ്പിറ്റൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ നമ്മൾ കണ്ടു. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ് കേട്ടോ. അടുത്ത ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ആരാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഓക്കെ, ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് നോക്കുക കേട്ടോ. പ്രധാനമായിട്ടും അതിനകത്ത് 7 പോയിന്റുകളാണ് വരുന്നത്. ഇതൊക്കെയാണ് 7 പോയിന്റുകൾ എന്ന് പറയുന്നത്. ഷെഡ്യൂളിംഗ്, രണ്ടാമത്തത് കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, മൂന്നാമത്തത് ആൻസറിംഗ് ഫോൺ കോൾസ്, നാലാമത്തത് മാനേജിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ, അഞ്ചാമത്തത് പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സുകൾ, ആറാമത്തത് ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ, ഏഴാമത്തത് പ്രൊവൈഡിംഗ് കസ്റ്റമർ സർവീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നെന്താണുള്ളത്. The job description of an outpatient secretary in a hospital normally comprises a variety of administrative and clerical duties related to the operation of the outpatient department. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഔട്ട്പേഷ്യന്റ് സെക്രട്ടറി ആണ് അല്ലെ. അപ്പൊ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലറിക്കൽ ഡ്യൂട്ടീസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന വ്യക്തിയാണ് ആര്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. സം ഓഫ് ദ കീ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഇൻ എ ഹോസ്പിറ്റൽ മേ കംപ്രൈസ് ഓൺ. ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക കേട്ടോ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ നോക്കാം. An outpatient secretary is accountable for scheduling appointments for the patient and making sure that appointments are actually prioritized based on the patient's medical requirements. അതായത് ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ റിക്വയർമെന്റ്സുകൾ അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റുകളെ എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ചെയ്യുക അല്ലെ. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായിരിക്കണം? ആക്ച്വലി പ്രയോറിറ്റൈസ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് മെഡിക്കൽ റിക്വയർമെന്റ്. പേഷ്യന്റിന്റെ മെഡിക്കൽ റിക്വയർമെന്റ്സിന് ബേസ് ചെയ്തിട്ട് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി പ്രയോറിറ്റൈസ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് മെഡിക്കൽ റിക്വയർമെന്റ്. പേഷ്യന്റിന്റെ മെഡിക്കൽ റിക്വയർമെന്റ്സിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏത് പേഷ്യൻസ് ആണോ അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാട് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതിൽ തന്നെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസുകൾ അല്ലെങ്കിൽ ഏറ്റവും അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസുകൾ പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഓക്കെ, ആ രീതിയിൽ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണങ്ങൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ അതായത് പേഷ്യന്റിന്റെ പരിചരണങ്ങൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ചെയ്യുക.
അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി വർക്ക്സ് keenly with the other hospital staff to coordinate the patient care, which includes arranging for diagnostic tests and procedures, getting medical records, and ensuring that the patients receive active follow-up care. അതായത് ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കോർഡിനേറ്റ് പേഷ്യന്റ് കെയർ, അല്ലെ, പേഷ്യന്റിന്റെ പരിചരണങ്ങൾ. അന്ന് പറഞ്ഞ പേഷ്യന്റിന്റെ പരിചരണം എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? വിച്ച് ഇൻക്ലൂഡ്സ് അറേഞ്ചിങ് ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. അതായത് പേഷ്യന്റിന്റെ പരിചരണം എന്ന് പറയുമ്പോൾ അവരുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, പ്രൊസീജിയറുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകൾ, പിന്നെന്താണ് പേഷ്യന്റിന് കൃത്യമായിട്ട് ഫോളോ കെയർ കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടാണ് ഒരു പേഷ്യന്റിന്റെ കെയർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. ഓക്കെ, കോർഡിനേറ്റ് പേഷ്യന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ആൻസറിങ് ഫോൺ കോൾസ്. ഫോൺ കോളുകൾ കൃത്യമായിട്ട് ആൻസർ കൊടുക്കുക. അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന എന്താ പറയാ, ഈ പറയുന്ന ഫോൺ കോളുകൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ് ഉള്ളത്. ഓക്കെ, the outpatient secretary is accountable for answering the phone calls. അതായത് ഈ പറയുന്ന പേഷ്യൻസ് ആവാം, മറ്റു പല വിസിറ്റേഴ്സ് ആരും വേണമെങ്കിലും ആവാം, അല്ലെ. ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന ഫോൺ കോളുകൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണുള്ളത്. ആൻഡ് ഡയറക്ടിങ് പേഷ്യൻസ് ടു ദ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്. മാത്രമല്ല, അപ്പോ അവരുടെ അന്വേഷണങ്ങൾക്ക് അനുസരിച്ച് അവര് അന്വേഷിക്കുന്ന കൺസേർട്ട് ഡിപ്പാർട്ട്മെന്റിലോട്ട് അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പറിലേക്ക് അവരെ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ് ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകള്? മൂന്നെണ്ണം ഓക്കെ ആണോ? ആൻസറിങ് ഫോൺ കോൾസ് മനസ്സിലായോ നിങ്ങൾക്ക്? നാലാമത്തെ പോയിന്റ് ഇതാണ്, മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. കേട്ടോ, അതായത് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. അതായത് the outpatient secretary maintains exact and up-to-date patient information in the hospital's electronic medical record system, which includes demographic information, medical history and insurance information. അതായത് outpatient secretary എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്തിരിക്കണം? അപ് ടു ഡേറ്റ് ചെയ്തിരിക്കണം, അല്ലെ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി മെയിൻറ്റെയിൻസ് എക്സാക്ട് ആൻഡ് അപ് ടു ഡേറ്റ് പേഷ്യന്റ് ഇൻഫർമേഷൻ ഇൻ ഹോസ്പിറ്റൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം. ഒരു പേഷ്യന്റിന്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിന് എന്തൊക്കെ അധികം പേപ്പർ ഫയലുകളല്ലല്ലോ, കൂടുതൽ എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റങ്ങളാണ്, അല്ലെ, EHR ആണ്. അതില് ഈ പറയുന്ന പേഷ്യന്റിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണുള്ളത്. which includes demographic information. Demographic information എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങളാണ്, അല്ലെ. ആ പേഷ്യന്റ് ആരാണ്, ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ, പിന്നെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഒരു പേഷ്യന്റിന്റെ വിവരങ്ങളുമായിട്ട് എല്ലാ ബേസിക് വിവരങ്ങളും ഉൾപ്പെടുന്നതാണ് ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഇൻഷുറൻസ് ഇൻഫർമേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിനകത്ത് അപ് ടു ഡേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണുള്ളത്. അതാണ് മാനേജിങ് പേഷ്യന്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു നോക്കൂ കേട്ടോ. നാലാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ നോക്കി?
ഓക്കെ ആണോ? അത്രയും പോയിന്റുകൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ, അടുത്തത് പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്. ഒരു പേഷ്യന്റിന്റെ സംബന്ധമായിട്ടുള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രോസസ് ചെയ്യുക. ഓക്കെ, പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് രോഗി സംബന്ധമായിട്ട് എല്ലാവിധ മെഡിക്കൽ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് പ്രോസസ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ് ഉള്ളത്. ഓക്കെ, നോക്കാം. The outpatient secretary processes request for the medical records, makes sure that the patient confidentiality is kept, and release of medical records to the authorized individuals. അപ്പൊ നമുക്കറിയാം, ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പ്രോസസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ make sure that the patient's confidentiality is kept. അതായത് പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തുക. നമുക്കറിയാം, നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ വിവരങ്ങൾ നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അത്തരം വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ല, അതിലെ വിവരങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റിനെ ബ്രീച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തുന്നത് മെഡിക്കൽ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് റിലീസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകൾ പ്രോസസ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അഞ്ചാമത്തെ കാര്യം മനസ്സിലായോ? പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ്. ആറാമത്തെ പോയിന്റ് ഇതാണ്, ഹാൻഡ്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. അല്ലെ, അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക്. നോക്കുക, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് അക്കൗണ്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് എ വെറൈറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് like ordering office supplies, filing paperwork, and managing correspondence. കേട്ടോ, ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും കൈകാര്യം ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ലൈക്ക് ദ ഓർഡറിംഗ് ഓഫീസ് സപ്ലൈസ്, അതായത് ആ ഒരു ഓഫീസിലെ സപ്ലൈസുകൾ കൃത്യമായിട്ട് ഓർഡർ ചെയ്യുക, ഫയലിംഗ് പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യുക, ആൻഡ് മാനേജിങ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ ഫയലുകളാണ്. ഫയൽ മീൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻസുകളാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ നമുക്കറിയാം പല രീതിയിലുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസുകൾ നടക്കുന്നുണ്ട് പേഷ്യന്റായിട്ട്. അതല്ലാണ്ട് ഫാക്സ് വഴി, ഇമെയിൽസ് വഴി, മെസ്സേജസ്, ഇതൊക്കെ എന്താണ്? പല രീതിയിലുള്ള കറസ്പോണ്ടൻസുകളാണ് അല്ലെ, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസുകള് അല്ലെ, ആ കറസ്പോണ്ടൻസുകള് അത് എന്താണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, പേപ്പർ വർക്കുകൾ ഫയൽ ചെയ്യുക, അതുപോലെ ഓഫീസ് സപ്ലൈസുകളൊക്കെ ഓർഡർ ചെയ്യുക. ഇതെല്ലാം തന്നെ ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. അടുത്തത് ഏഴാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ്. കേട്ടോ, കസ്റ്റമർ സർവീസുകൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക, അതായത് ഉപഭോക്തൃ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാല് the outpatient secretary is often the first point of contact for the patient. അതായത് outpatient secretary എന്ന് പറയുന്നത് പേഷ്യൻസ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പൊ സോ പ്രൊവൈഡിങ് എക്സലന്റ് കസ്റ്റമർ സർവീസ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദി ജോബ്. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ല ഉപഭോക്തൃ സേവനങ്ങൾ കൊടുക്കാനുള്ളത് ഒരു ജോബിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം. ഇത്രയും ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഓക്കെ ആണോ എല്ലാവരും?